ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കുട്ടി ഷോപ്പിംഗ് വ്ലോഗാണ്. ഞങ്ങളുടെ നാട്ടിൽ പത്തനംതിട്ടയിൽ ഒരു മഹാത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് മഹാത്ഭുതം. അപ്പോൾ ഒരു ഈവനിങ് ടൈം ആയപ്പോൾ ഇങ്ങനെ കുറേ പേരവിടെ പോയി സാധനങ്ങൾ വാങ്ങിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പം നമുക്ക് എന്തൊക്കെയുണ്ട് അവിടെ, നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ പറ്റിയതൊക്കെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളെല്ലാവരും ഒരു ഈവനിങ് ടൈം അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഷോർട്ട് കട്ടിക്കൂടാണ് പോകുന്നത്. ഞാൻ ആ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, ആ വഴി കറക്റ്റ് നേരെ പോകും. അങ്ങനെ ഫൈനലി ഞങ്ങൾ പത്തനംതിട്ടയിലെത്തി. ഇനി ഇവിടെ നിന്നൊരു 2 മിനിറ്റത്തെ കാര്യം കൂടെ ഉള്ളൂ, നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തും. ഗൈസ് നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ വസ്ത്രങ്ങളുടെ മഹാത്ഭുതത്തിൽ എത്തിയിരിക്കുന്നു ഗൈസ്. നമുക്ക് പോയി നോക്കാം ഇനി എന്തൊക്കെയുണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. ഒരു 7 മണിയൊക്കെ ആകാൻ പോകുന്ന ടൈം ആയായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഓഫീസിൽ പോയിട്ട് വരുന്നവരും എല്ലാവരുമായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളും നേരെ അങ്ങോട്ട് പോയി. ഫസ്റ്റ് ഞാനും കത്തുകൊണ്ടാണ് ആദ്യമേ ഞങ്ങൾ ഫ്രണ്ടിലോട്ടങ്ങ് പോയി. ഞങ്ങൾ അങ്ങോട്ട് കയറി ഓരോ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ തുടങ്ങുകയും വെളിയിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ അതുപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഉണ്ട് ഗൈസ്. അങ്ങനെ അമ്മ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട് ഗൈസ്. അതിനുള്ളിലൂടെ കയറിയപ്പോൾ തന്നെ ഫുൾ കൺഫ്യൂഷനായിരുന്നു, എങ്ങോട്ട് പോകണമെന്ന്. ഫസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ബെഡ്ഷീറ്റ് നോക്കാൻ തന്നെ പോയി. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർക്കും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുധേമ ഓരോ ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും അതിൽ സജഷൻസ് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരോട് ഡിസ്കസ് ചെയ്തിട്ട് നോക്കുകയാണ്, ഇനി ഇത്രയും നീളം ഉണ്ടാവുമോ, അവിടെ ചെല്ലുമ്പോൾ ചെറുതായിരിക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞങ്ങൾ കുറേ ബെഡ്ഷീറ്റുകൾ നോക്കി അവസാനം 2 ബെഡ്ഷീറ്റൊക്കെ വാങ്ങി. അമ്മ ബെഡ്ഷീറ്റ് നോക്കുന്ന സമയത്തൊന്നും എൻ്റെ കണ്ണുകൾ അവിടെ അല്ലായിരുന്നു. ഞാൻ ചുറ്റും ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, എന്തെങ്കിലും ഉണ്ട്. അവിടെ കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവർ ബെഡ്ഷീറ്റ് നൂത്തൊക്കെ കാണിച്ചു. പിന്നെ ഞാനും അമ്മയും കൂടെ പിന്നെ തലയണ കവർ നോക്കി. എന്നിട്ട് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ അതിന് ചേരുന്ന എന്തെങ്കിലും തലയണ കവർ ഉണ്ടോ നോക്കിയപ്പോൾ ഇത് ഏകദേശം ചേരുമല്ലോ എന്ന് ഓർത്തിട്ട് ആദ്യം ഞങ്ങൾ അങ്ങനെ തലയണ കവറിന് 2-3 വാങ്ങി. പിന്നെ അവിടെ ഫുള്ള് കുഞ്ഞു പിള്ളേരുടെയും വലിയവരുടെ ഡ്രസ്സാണെങ്കിലും എല്ലാം ഉണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല എമൗണ്ടിൻ്റെയും ഉണ്ട്, അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. എല്ലാം എല്ലാ സാധനങ്ങളും നല്ലതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കിഡ്സിനും പിന്നെ ലേഡീസിനുള്ള പാൻസിൻ്റെ ഡിഫറെൻറ്റ് കളക്ഷൻസും ഒക്കെ നല്ലതായിരുന്നു. അങ്ങനെ കുറച്ച്, പക്ഷെ ടോപ്പൊന്നും അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഷർട്ടൊക്കെ നല്ല ഷർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബെഡ്ഷീറ്റ്, സൂപ്പർ ബെഡ്ഷീറ്റായിരുന്നു. ഞാനും നോക്കി അവസാനം ഞാനൊരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചു. പിന്നെ അവിടെ തലേണയാണേലും മാട്രസ് ഒത്തിരി കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയതെല്ലാം ചവിട്ടിയും കുറേ കാര്യങ്ങളൊക്കെ നോക്കി. അവിടുത്തെ ടോപ്പുകളൊക്കെ ഞാൻ കുറേ ഇങ്ങനെ നോക്കി. പക്ഷേ നമുക്ക് കുറച്ച് നല്ലതെന്ന് തോന്നുന്നതിന് അത്യാവശ്യം നല്ല പൈസയായിരുന്നു. പിന്നെ ഞങ്ങൾ ടോപ്പൊന്നും എടുത്തില്ല. പിന്നെ കുറേ ഇങ്ങനെയൊക്കെ നോക്കി അതുവഴി തെണ്ടിത്തിരിഞ്ഞ് നടന്നു ഗൈസ്. അങ്ങനെ അവിടെയുള്ള എല്ലാ ഡ്രസ്സുകളുടെ സെക്ഷനിലും പോയി ചുറ്റി തിരിഞ്ഞ് എല്ലാം നോക്കുകയായിരുന്നു. നമ്മൾ വാങ്ങിയില്ലെങ്കിലും അത് നോക്കുന്ന ഒരു രസമല്ലേ. അങ്ങനെ എല്ലായിടത്തും പോയി നോക്കി. പിന്നെ ഷോർട്ട്സ്, പാൻറ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ പാൻറ്റിൻ്റെ കളക്ഷൻസ് അത്രയ്ക്ക് സൂപ്പർ കളക്ഷൻസ് ആയിരുന്നത്. പിന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം അങ്ങനെ കുറേ വീഡിയോസോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇതുവഴിയൊക്കെ ഞങ്ങൾ നടക്കുമായിരുന്നു. അതിലുപരി ഇതെടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഇതെല്ലാം കാണാമല്ലോ എന്നൊരു ആക്രാന്തമായിരുന്നു ഗൈസ്. പിന്നെ ഇതെല്ലാം പോയി ഇങ്ങനെ കണ്ട് ഓരോ ഡ്രസ്സ് എടുത്ത് വയ്ക്കുക, എല്ലാ സെക്ഷനിലും പോവുക, ഇത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് അവിടെ പരിപാടി. എത്ര വഴക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ ബില്ലടിക്കാൻ വരുന്നില്ല. അവസാനം സഹിയിട്ട് സുധേമ തന്നെ വാങ്ങിയ സാധനങ്ങൾ ബില്ലടിക്കാൻ പോയി. എന്നിട്ടും ഞങ്ങൾ നിർത്താതെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയുടെ ബില്ലടി സെക്ഷൻ അവസാനിക്കാറായപ്പോഴാണ് ഞങ്ങളുടെ കറക്കം കഴിഞ്ഞ് അമ്മയുടെ അടുത്തോട്ട് എത്തുന്നത്.
അങ്ങനെ അമ്മയും സൗമ്യ ചേച്ചിയും ഞങ്ങളെല്ലാവരും ബില്ലടിച്ച് ഇറങ്ങിയ ഉടനെ അതിൻ്റെ അടുത്ത് തന്നെ അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഡ്രസ്സ് മാത്രമല്ല അപ്പുറത്ത് ഇതിനോട് ചേർന്ന് തന്നെ എന്താ പറയുക ഫാൻസി ഐറ്റംസും പിന്നെ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന വേറൊരു സെക്ഷൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൂടെ ഞങ്ങൾ കയറി. അമ്മ പോകാമെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ അമ്മയെ നിർബന്ധിച്ച് വലിച്ച് കയറ്റി. അവിടെ ഇങ്ങനെ സ്റ്റൂളും കാര്യങ്ങളും ഇങ്ങനത്തെ കുറേ സാധനങ്ങളും ഒക്കെ ആയിരുന്നു, ബാസ്ക്കറ്റും പിന്നെന്താ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമുക്കൊക്കെയുള്ള എന്തെങ്കിലും ഫാൻസി ഐറ്റംസ് പിന്നെ എന്താ ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കാത്തുന് വളയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. അവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഞങ്ങൾ വീഡിയോ എടുപ്പൊക്കെ ആയിരുന്നു. അവിടുത്തെ എല്ലാം നല്ല രസമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളത് നമുക്ക് കാണാനാണല്ലോ കൂടുതലും ക്യൂരിയോസിറ്റി ഉള്ളത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്നോർത്ത് സുധേമ ഞങ്ങളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ് ഗൈസ്. ഞങ്ങളും പിന്നാലെ ഓടുകയാണ്. പോകാമെന്ന് പറഞ്ഞാൽ അമ്മ ഞങ്ങളെക്കാട്ടി മുന്നേ സ്പീഡിൽ പോവാണ്. ഞങ്ങളും പിന്നെ പോവാണ്. അതിന് സൈഡിലൊക്കെ ഇങ്ങനെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒന്നും നിർത്താതെ ഞങ്ങളെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഞങ്ങളും പിന്നെ പോയി ഓട്ടോയിൽ കയറി സാധനം എല്ലാം എടുത്ത് വെച്ചു. എന്നിട്ട് ഓട്ടോയിൽ കയറി പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളെല്ലാവരും അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ചെറിയ ഷോപ്പിംഗ് വ്ലോഗൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് നേരെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.